ഹായ് ഫ്രണ്ട്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന മാധവിക്കുട്ടിയുടെ മനോഹരമായ ഹൃദയസ്പർശിയായ നെയ്പായസം എന്ന ചെറുകഥയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ചില വായനകൾ കണ്ണ് നനയിക്കുന്നതാണ് എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെയൊരു കഥയാണ് നെയ്പായസം. മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ മാതൃത്വവും അമ്മയുടെ രുചികളും നിറയുമ്പോൾ അത് ഓർമ്മകളെ പിടിച്ചുലച്ച് കളയും, ചങ്ക് നോവിച്ച് കളയും. അത്തരം ഒരു കഥയാണ് മാധവിക്കുട്ടിയുടെ നെയ്പായസം. ഭാര്യ മരണപ്പെട്ട 3 കുട്ടികളുടെ അച്ഛൻ്റെ മനോഗതികളിലൂടെയാണ് കഥ തുടങ്ങുന്നത്. കുറഞ്ഞ ചെലവിൽ ഭാര്യയുടെ ശവദാഹം നടത്തി ഓഫീസിലെ സഹപ്രവർത്തകരോട് നന്ദി പറഞ്ഞ് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അന്ന് രാവിലെ മുതൽ നടന്ന സംഭവങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. തനിക്ക് മാത്രം മനസ്സിലാകുന്ന അവളുടെ നടത്തം, ഭാവം അയാളുടെ മനസ്സിനെ വല്ലാതെ നീറ്റി. ഉണ്ണിയെ, ഇന്ന് തിങ്കളാഴ്ചയാണ്, ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ എന്ന് പറഞ്ഞ് മകൻ ഉണ്ണിയെ ഉണർത്തിയതു മുതൽ തനിക്ക് ഓഫീസിൽ പോകുന്നതിന് മുമ്പ് കട്ടൻ ചായ തന്ന് ഭാര്യ അടുക്കളയിൽ പോയതും അയാൾ ഓർത്തെടുത്തു. ഓഫീസിൽ വെച്ച് ഒരിക്കൽ പോലും അയാൾ അവളെ ഓർത്തിട്ടില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ അമ്മ മരണപ്പെട്ടത് അറിയാതെ കളിക്കുന്ന കുട്ടിയെയാണ് അയാൾ കണ്ടത്. ഒരു ചൂലിന് സമീപം ഭാര്യ മരിച്ചു കിടക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഹൃദയസ്തംഭനം മൂലം 1.5 മണിക്കൂർ മുമ്പ് അവൾ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ തന്നെ ഒറ്റയ്ക്ക് വിട്ടുപോയ കാരണത്താൽ ആദ്യം അയാൾക്ക് ഭാര്യയോട് ദേഷ്യമാണ് തോന്നിയത്. ദുഃഖത്തോടെ വീട്ടിലെത്തിയപ്പോൾ മൂത്ത മകൻ അമ്മ മരിച്ചത് അറിയാതെ ഇരിക്കുകയാണ്. മറ്റ് 2 മക്കൾ ഉറങ്ങുകയും. കുട്ടികളുടെ നിഷ്കളങ്കതയും അയാളുടെ മനോവ്യഥകളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ കഥയെ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിക്കുന്നു. അമ്മ തിരികെ വരുമെന്ന മറുപടിയാണ് അയാൾ മകന് നൽകുന്നത്. ഉറങ്ങാതെ ഇരിക്കുന്ന ഉണ്ണിയോട് താൻ ഉപ്പുമാവ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ച നെയ്പായസം മതി എന്നവൻ പറയുമ്പോൾ നമ്മുടെ നെഞ്ച് പിടയും. കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയും കഥാനായകന്റെ ദുഃഖവും സൃഷ്ടിക്കുന്ന വേദനയിലൂടെയാണ് കഥ അവസാന ഘട്ടത്തിലേക്ക് പിന്നെ കടക്കുന്നത്. അമ്മ ഉണ്ടാക്കാറുള്ള നെയ്പായസത്തിന് നല്ല രുചിയാണ് എന്ന് മകനോട് പറഞ്ഞു ചിരിച്ച അയാൾ കരച്ചിലടക്കാൻ കഴിയാതെ കുളിമുറിയിലേക്ക് കടക്കുന്നതോടെ കഥ അവസാനിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമായി ജീവിക്കുന്ന സഹോദരിമാരുടെ പ്രാധാന്യമാണ് ഈ കഥയുടെ കഥാതന്തു. ബലിച്ചോറ് പോലെ ഒടുവിൽ ആ നെയ്പായസം മനസ്സിനൊരു നോവ് നൽകി. മുറ്റത്തെ തൂഷനിലയിൽ ഒരു ഉണ്ട ബലിച്ചോറ് ഉരുട്ടുമ്പോൾ ഒന്നും അറിയാതെ കുഞ്ഞുങ്ങൾ നെയ്പായസത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടാകില്ലെന്ന് എന്താ ഉറപ്പ്, അല്ലേ? അമ്മമാരെല്ലാം നെയ്പായസമാണെന്ന് തോന്നാറുണ്ട്. കടലോളം സ്നേഹം നിറച്ച ഭക്ഷണം ഉണ്ടാക്കിയും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി സ്വയം ഉരുകിത്തീരുന്നവർ. മാധവിക്കുട്ടിയുടെ കഥാപ്രപഞ്ചത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 16 ജനപ്രിയ കഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഇതിൽ നിന്നും എനിക്ക് വായിച്ചതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചെറുകഥ കൂടിയാണ് ഈ നെയ്പായസം. മറ്റുള്ള കഥകൾ കൂടുതലായി അറിയാൻ ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യണേ. കഥകൾ കേൾക്കുവാനും ബുക്സിൻ്റെ റിവ്യൂസ് അറിയുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം കൂട്ടുകാരെ.